ഞങ്ങളിതുമായി സ്നേഹിക്കുന്ന വാത്സല്യ പിതാവേയും സായി നല്ല അതിരാവിലെ സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടെ MAG ഗോസ്പൽ വോയിസ് മൂലമായി എൻ്റെ മക്കളോട് ചേർന്ന് അല്പസമയം അപ്പച്ചൻ്റെ പാദപീഠത്തിലിരിക്കുവാനും നിന്നെ സ്തുതിക്കുവാനും നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാനും നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും എല്ലാവരും നിന്റെ പാദപീഠത്തിൽ സമർപ്പിക്കുവാനും കർത്താവ് കൃപതനായി സ്തോത്രം. കേരളത്തിലും ഇന്ത്യയിലും ഇന്ത്യക്ക് വെളിയിലുമായിരുന്നു ഈ പ്രാർത്ഥന കർത്താവ് ഏറ്റെടുക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെയും ഈ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ആവലോട് കാത്തിരിക്കുന്ന, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ഞങ്ങളെ സ്നേഹിക്കുന്ന എല്ലാവരെയും നിന്റെ കരത്തിൽ കൊടുത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം അവരെ അനുഗ്രഹിച്ചാട്ട്. ഈ പ്രാർത്ഥന പോയി ചേരുന്നിടത്തെല്ലാം ദൈവം കൂടെ ചെല്ലണം, അവരെ ആശ്വസിപ്പിക്കണം, ബലപ്പെടുത്തണം. അവരുടെ ആവശ്യങ്ങളെല്ലാം മുഖത്ത് സ്വർഗത്തിന്റെ കരം അവിടെ വെളിപ്പെടണം, ദൈവത്തിന്റെ മഹത്വം അവിടെ വെളിപ്പെടണം. ഈ ലോകത്തിൽ ഒരുത്തരാൻ കൊണ്ട് കൊടുക്കുവാൻ കഴിയാത്ത സന്തോഷവും സമാധാനവും ആനന്ദവും ഐശ്വര്യവും സകല സമ്പത്തും എല്ലാം കൊടുത്ത് എൻ്റെ മക്കളെ അനുഗ്രഹിക്കണമേ, ബലപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഇന്ന് ഈ അതിരാവിലെ സമയം തൊട്ട് അടുത്ത അതിരാവിലെ ഞാൻ പ്രാർത്ഥിക്കുന്ന സമയം വരയ്ക്കും 24 മണി നേരം രാത്രിയും പകലും എൻ മക്കളെ കണ്ണിന്റെ മണി പോലെ മറച്ച് നീ കാത്തു സൂക്ഷിക്കണം. ഒരുത്തർക്കും ഒരനർത്ഥവും സംഭവിക്കുവാൻ എൻ്റെ ദൈവം സമ്മതിക്കരുത്. ഈ പ്രാർത്ഥന കേൾക്കുന്ന ഓരോരുത്തരെയും മറുപടി നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അവരെ ഞാൻ ദൈവം അനുഗ്രഹിക്കുന്നു. ദൈവം അവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. അതിനെ ശക്തീകരിച്ചാട്ട് ബലപ്പെടുത്തിക്കാട്ട് ശരീരത്തിൽ കാണുന്ന എല്ലാ ക്ഷീണങ്ങൾ പ്രയാസങ്ങളും കർത്താവ് മാറ്റും. ദൈവനാമം മാത്രം മഹത്വമെടുക്കട്ടെ. അല്പസമയം നിന്റെ പാദപീഠത്തിൽ ഞങ്ങൾ ഇരിക്കുന്നത് ഞങ്ങൾക്ക് അനുഗ്രഹമായി മാറുവാൻ കർത്താവ് സഹായിക്കണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. ദൈവത്തിന്റെ പൊന്നുനാമം മഹത്വമെടുക്കുമാറാകട്ടെ. ഇന്ന് എന്നോട് പ്രാർത്ഥനയിരിക്കുന്ന എല്ലാവരെയും യേശുവിന്റെ നാമത്തിൽ വന്ദനം പറയുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമ്മുടെ പ്രാർത്ഥന ആരംഭിച്ച 1243 ദിവസത്തിലേക്ക് പ്രവേശിക്കുവാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നിരിക്കുകയാണ്. ഒരു വാക്യം വായിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41 അധ്യായത്തിന്റെ 10 വാക്യം. യെശയ്യാ 41 10 വാക്യം. ഈ വാക്യം നമുക്ക് എല്ലാവർക്കും കാണാപ്പാഠമായി അറിയാവുന്ന ഒരു വാക്യമാണ്. നമ്മൾ അടിക്കടി യൂസ് ചെയ്യുന്ന ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. അനേകർ പ്രവചിക്കുന്ന അല്ലെങ്കിൽ പ്രസംഗിക്കുന്ന ഒരു വാക്കാണ്. നിങ്ങളുടെ ഹൃദയത്തിൽ ഇത് ഒത്തിരി വർഷങ്ങളായിട്ട് പതിഞ്ഞിരിക്കുന്ന ഒരു വാക്കായിരിക്കും. പലതടവെ ദൈവം നിങ്ങൾക്കിത് വാഗ്ദത്തമായി തന്നിട്ടുണ്ടായിരിക്കും. എങ്കിലും ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഈ വാക്യം നമ്മുടെ മുന്നിൽ കൊണ്ടുവയ്ക്കുകയാണ്. അങ്ങനെങ്കിൽ ഇതിലേതോ ഒരു കാര്യം ദൈവം നമുക്ക് ചെയ്യാൻ പോകുന്നു. 10 വാക്യം ഇങ്ങനെ പറയുന്നു: നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. 6 വിഷയം അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. 6ഉം ഒത്തിരി പ്രയോജനമായിട്ടുള്ളതാണ്. 1, നീ ഭയപ്പെടേണ്ട. ഇന്ന് അതിരാവിലെ സമയത്ത് നിങ്ങൾ ഏതെല്ലാം വിഷയത്തിന്റെ മുഖത്തെ ഭയന്നുകൊണ്ടിരിക്കുന്നു, ഏത് വിഷയമാണ് നിങ്ങളെ ഭ്രമിപ്പിക്കുന്നത്, ഏത് വിഷയമാണ് നിങ്ങളുടെ വിശ്വാസത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങളുടെ കുടുംബത്തിന്റെ സന്തോഷത്തെയും സമാധാനത്തെയും തകർക്കുന്നത്, ഏതാണ് നിങ്ങളുടെ ഹൃദയത്തെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്, അങ്ങനുണ്ടെങ്കിൽ ദൈവം പറയാണ് നീ ഭയപ്പെടേണ്ട. എന്താന്ന് ചോദിച്ചാൽ, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. കർത്താവ് പറയാ, നീ ഭയപ്പെടണ്ട, അവിടെ ഞാനുണ്ട്, നിന്റെ കൂടെ ഞാനുണ്ട്. അങ്ങനെങ്കിൽ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ പകലും ശരി രാത്രിയിലും ശരി നമ്മുടെ ഒരു വിഷയം വരുമ്പോൾ അവിടെ ദൈവത്തെ കാണുവാൻ നമ്മുടെ കണ്ണുകൾ തുറന്നവണ്ണമായിരിക്കണം, നമ്മുടെ കണ്ണതിന് ഒരുക്കമുള്ളതായിരിക്കണം. ദൈവം പറയാണ് നീ ഭയപ്പെടണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. അടുത്തത്, ഭ്രമിച്ചു നോക്കേണ്ട. ഭ്രമിക്കக்கூடிய സംഭവങ്ങൾ നിങ്ങളുടെ ശരീരത്തിലെ രോഗമായിരിക്കും, നിങ്ങളുടെ കടബാധ്യതയായിരിക്കും. ഇന്ന് നിങ്ങൾക്ക് നിങ്ങൾ കാണാൻ പോകുന്ന പല പോരാട്ടങ്ങളായിരിക്കും, പ്രതിസന്ധികളായിരിക്കും, ഭയങ്കരമായിട്ടുള്ള തിരമാലകളായിരിക്കും. ആണെങ്കിലും കർത്താവ് പറയാണ് നീ ഭ്രമിച്ചു നോക്കേണ്ട. എന്തെന്ന് ചോദിച്ചാൽ, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്റെ ദൈവം. നീ വിശ്വസിക്കുക, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ അവിടെ പരിഹാരം തരാം. നീ ഭ്രമിക്കേണ്ട ആവശ്യമില്ല, അവിടെ ഞാൻ ഉണ്ട്. ഞാൻ നിനക്ക് പരിഹാരം തരും. കാരണം ഞാൻ നിന്റെ ദൈവമാകും. നീ വിളിക്കുന്ന ദൈവം ഞാനാണ്. നീ സ്തുതിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന, വിശ്വസിച്ച ദൈവം ഞാനാണ്. നിന്നെ കൈപിടിച്ചവൻ, നിന്നെ വേർതിരിച്ചവൻ ഞാനാണ്. അതാ ദൈവം പറയുന്നത്. ഞാൻ നിന്നെ ശക്തീകരിക്കും. നിങ്ങളെല്ലാം അങ്ങ് ഭയങ്കരമായി തളർന്നു കാണുമായിരിക്കും, പല വിഷയത്തിന്റെ മുഖത്തെ ക്ഷീണിച്ച് കാണുമായിരിക്കും. നിങ്ങളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനത്തെ മെഡിക്കൽ റിപ്പോർട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫൈനാൻഷ്യൽ പ്രോബ്ലമോ നിങ്ങളുടെ കുടുംബത്തിലുള്ള കുഞ്ഞുങ്ങളുടെ വിഷയമോ അല്ല ഏതോ ഒന്ന് നിങ്ങളെ ബലഹീനപ്പെടുത്തി കാണും. നിങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ട് കാണും, ക്ഷയിച്ചു പോയി കാണും. അവിടെ കർത്താവ് പറയാണ് ഞാൻ നിന്നെ ശക്തീകരിക്കും. അപ്പൊ ദൈവത്തിന്റെ ബലൻ ഇന്ന് പകൽക്കാലം നിങ്ങളുടെ മേൽ പകരാൻ പോകുകയാണ്. ദൈവത്തിന്റെ ശക്തി ദൈവം നിങ്ങളുടെ മേൽ പകരാൻ പോവാണ്. ഞാൻ നിന്നെ ശക്തീകരിക്കും. പിന്നെ പറയുന്നത്, ഞാൻ നിന്നെ സഹായിക്കും.
ഈ ലോകത്തിൽ നമ്മളെ സഹായിക്കാൻ ആരുമില്ലെങ്കിലും പേടിക്കണ്ട, ഒരു സഹായിക്കുന്ന കരം നമ്മുടെ കൂടെ ഉണ്ട്. കുറുകാത്തൊരു കരം നമ്മുടെ കൂടെ ഉണ്ട്. എന്നും എപ്പോഴും ഏത് സമയത്തും സഹായിക്കുവാൻ പ്രാപ്തിയുള്ളൊരു ദൈവം ഇന്നും ഒരുത്തന്റെ കയ്യിൽ നിന്ന് എരവ് മേടിച്ച് കടം മേടിച്ച് തരാതെ തൻ്റെ കയ്യിൽ നിന്ന് എടുത്തു കൊടുക്കുവാൻ പ്രാപ്തിയുള്ള ശക്തിയുള്ള ഒരു ദൈവം പറയാണ്, നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ഇനി എന്തോ വേണം? നിങ്ങൾ വീഴാൻ വേണ്ടി പിശാചുകളെ തള്ളുമായിരിക്കും. എവിടെങ്കിലും നിങ്ങൾ തളർന്നു പോകുവാൻ പല കുഴികൾ നിങ്ങൾക്ക് കാണുമായിരിക്കും. വല കാണുമ്പോൾ അവിടെ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അവിടെ കർത്താവ് പറയാണ്, ദൈവത്തിന് സ്തോത്രം, എൻ്റെ വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. നമ്മളെ താങ്ങുന്നൊരു ദൈവം. ഇത്രയും വ്യക്തമായി ഈ വാക്യത്തിലൂടെ 6 വിഷയങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ദൈവം എടുത്തു വയ്ക്കുകയാണ്, നിങ്ങളുടെ ജീവിതത്തിലേക്ക് യേശുവിനെ എടുത്തു വയ്ക്കുകയാണ്. നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കരുത്, ഭ്രമിക്കരുത്, പരിഭ്രമിക്കരുത്. നിങ്ങളുടെ വിഷയത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ എവിടെല്ലാം പല പ്രതിസന്ധികൾ കാണും, തടസ്സങ്ങൾ കാണും, തിരമാലകൾ കാണും, വലിയ മല പോലുള്ള വിഷയങ്ങൾ കാണും. നിങ്ങളെ കൊണ്ട് പരിഹരിക്കാൻ പറ്റത്തില്ലായിരിക്കും. പല കടബാധ്യതകൾ നിങ്ങൾക്ക് കാണും, പല രോഗങ്ങൾ കാണും, പല കഷ്ടപ്പാട് കാണും, കണ്ണുനീര് കാണും. ഒത്തിരി നിങ്ങളെ കൊണ്ട് സഹിക്കുവാൻ കഴിയാത്ത, നിങ്ങളെ കൊണ്ട് ചുമക്കുവാൻ കഴിയാത്ത, ഏറ്റെടുക്കുവാൻ കഴിയാത്ത അനേക കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കാണും. ഇവിടെ ഒന്നും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മളെ വിളിച്ചവൻ വിശ്വസ്തനാണ്, കൈ പിടിച്ചിരിക്കുന്നവൻ അന്ത്യത്തോളം നടത്തുവാൻ പ്രാപ്തനാണ്. നമ്മുടെ ആവശ്യങ്ങളുടെ എല്ലാ മുഖത്തും സ്വർഗത്തിന്റെ കലവറ തുറന്നിരിക്കും. നമുക്കൊരു ദോഷവും തട്ടാതെ, ഒന്നിന്റെയും മുട്ടില്ലാതെ ദൈവം നമ്മളെ അത്ഭുതകരമായി, അതിശയകരമായി കർത്താവ് നമ്മളെ നടത്തും. ഒന്നുകൊണ്ട് വിഷമിക്കരുത്, ഒന്നുകൊണ്ട് പരിഭ്രമിക്കരുത്, ഒന്നുകൊണ്ടും പേടിക്കരുത്. മനം പതറരുത്. കർത്താവിന്റെ കൃപ, കർത്താവിന്റെ ദയവ്, കർത്താവിന്റെ ആ മഹത്വമേറിയ ആ ദിവ്യ ശക്തി നമ്മുടെ കൂടെ ഉണ്ട്. ഒന്നുകൊണ്ട് വിഷമിക്കരുത്. കർത്താവ് നല്ലവനാണ്, കർത്താവ് മതിയായവനാണ്. ഇന്ന് അന്ത്യത്തോളം നടത്തുവാൻ മതിയായവനാണ്. ലോക അവസാനത്തോളം എല്ലാ നാളും നമ്മുടെ കൂടെ ഇരിക്കുന്ന വാഗ്ദത്തം കൊടുത്ത ദൈവമാണ്. അമ്മ പോകും, അപ്പൻ പോകും, ഭർത്താവ് പോകും, ഭാര്യ പോകും, കുഞ്ഞുങ്ങൾ പോകും, പ്രോപ്പർട്ടി, സ്വത്ത്, വീട്, സുഖങ്ങൾ, ജോലി എല്ലാം പോകും. ഏത് പോയാലും പോകാത്ത ഒരുത്തൻ, മറക്കാത്ത ഒരുത്തൻ, കൈവിടാത്ത ഒരുത്തൻ, എന്നും എപ്പോഴും ഏത് സമയത്തും കൂടെ ഇരിക്കുന്ന വാഗ്ദത്തം കൊടുത്തൊരു ദൈവം നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട് നിങ്ങൾ ഭ്രമിക്കണ്ട, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ വിഷമിക്കണ്ട. കർത്താവിന്റെ മഹത്വം നിങ്ങളുടെ കൂടെ കാണും. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങൾ ദൈവമായി സ്നേഹിക്കുന്ന വാത്സല്യ നല്ല കർത്താവേ, ഈ നല്ല സമയത്ത് തപച്ചാതിരുവിനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടി നിന്റെ പാദപീഠത്തിൽ കടന്നു വരുവാനും, നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും, എല്ലാവരും നിന്റെ പാദത്തിൽ കൊണ്ട് കൊടുക്കുവാനും, ഈ നല്ല വചനം നിന്റെ കുഞ്ഞുങ്ങൾ കൊടുത്ത് അവരെ ബലപ്പെടുത്തുവാനും, കർത്താവ് ഈ ദൂത് മൂലമായി അവരെ ശക്തീകരിക്കുവാനും കർത്താവ് സഹായിച്ചതിനായി സ്തോത്രം. ഈ ദൂത് ദൈവത്തിൻ്റെതെന്നുള്ളത് മക്കൾ ഏറ്റെടുക്കട്ടെ. ദൈവം കൊടുത്ത ദൂതായിരിക്കുന്നത് മക്കൾ വിശ്വസിക്കട്ടെ. ഇതിലൂടെ കുഞ്ഞുങ്ങൾ ആശ്രയിക്കട്ടെ. ഈ വചനത്തിലൂടെ കുഞ്ഞുങ്ങൾ നടന്നു പോകട്ടെ. ഇന്ന് പകലും ഇന്ന് രാത്രി മുഴുവനും എൻ്റെ കർത്താവേ, എൻ്റെ കുഞ്ഞുങ്ങളുടെ കൂടെ നിന്റെ തിരുസ്ഥാനത്തിൽ വിരിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഒരു വിഷയത്തിന്റെ മുഖത്ത് കുഞ്ഞുങ്ങൾ കലങ്ങുവാനോ, ഭ്രമിക്കുവാനോ, നശിക്കുവാനോ, തകരുവാനോ കർത്താവ് സമ്മതിക്കരുത്. ആപത്തുകൾ, അനർത്ഥങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഒന്നിന്റെ മധ്യയിലും നിന്റെ കുഞ്ഞുങ്ങൾ തളർന്ന് താളടിയാകുവാൻ, താഴെ വീഴുവാൻ ദൈവം സമ്മതിക്കരുത്. നിന്റെ കരം താങ്ങണം, നിന്റെ കരം പിടിക്കണം, നീ അവരെ നടത്തണം എന്ന് അപ്പച്ചന്റെ നാമത്തെ പ്രാർത്ഥിക്കുകയാണ്. ഒരുത്തരും മുഖം വാടുവാൻ, കരയുവാൻ, കർത്താവേ സ്തോത്രം, വേദനിക്കുവാൻ, ചങ്ക് തകരുവാൻ ദൈവം സമ്മതിക്കരുത്. എവിടെയും നിന്റെ കുഞ്ഞുങ്ങൾ തലകുനിയുവാനോ, നാണിക്കുവാനോ, ലജ്ജിക്കുവാനോ ദൈവം സമ്മതിക്കരുത്. ഇന്ന് പകൽക്കാലം അവർ പോകുന്ന ഏത് വിഷയമായിക്കൊള്ളട്ടെ, ജോലിയോ, പഠനമോ, വിദ്യാഭ്യാസമോ, കർത്താവേ വിവാഹമോ, അല്ലെങ്കിൽ ഏത് വിഷയത്തിൽ കുഞ്ഞുങ്ങൾ പോകുകയാണ്, എവിടെ പോയാലും അപ്പച്ചന്റെ കരം കൂടെ ഇരിക്കണം. നീ കൂടെ ഇരിക്കുമെന്ന് പറഞ്ഞല്ലോ. നീ കൂടെ പോകുന്നതിനായി സ്തോത്രം, അത്ഭുതം പ്രവർത്തിക്കാനായി സ്തോത്രം, അതിശയം പ്രവർത്തിക്കാനായി സ്തോത്രം. ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ ജീവിതത്തിൽ മറക്കുവാൻ കഴിയാത്ത ഒരു നിത്യ സന്തോഷം എൻ്റെ കുഞ്ഞുങ്ങൾ അനുഭവിക്കുവാൻ എൻ്റെ ദൈവം എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഭാഗ്യം നൽകുന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവേ, നിന്റെ മഹത്വമേറിയ കരം, നിന്റെ ജീവനുള്ള കരം, സർവശക്തനായ ദൈവത്തിന്റെ ആ മഹത്വമുള്ള വിലയേറപ്പെട്ട പുയ്യത്തിലേക്ക് എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ തരുകയാണ്. അവിടെ വിഷയങ്ങളെ തരുകയാണ്. അവിടെ എല്ലാ കാര്യത്തിലും ദൈവത്തിന്റെ കരം കൂടെ ഇരിക്കണം. ഒരു വിഷയത്തിന്റെ മുഖത്ത് കുഞ്ഞുങ്ങൾ ലജ്ജിക്കുവാൻ, പരിഭ്രമിക്കുവാൻ, നാണിക്കുവാൻ, പുറമോട്ട് പോകുവാൻ, കർത്താവെ നിന്ദിത പാത്രങ്ങളായി മാറുവാൻ, എവിടെയും ലജ്ജിക്കപ്പെടുവാൻ കർത്താവ് സമ്മതിക്കരുത് എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവർക്ക് ആവശ്യമുള്ള ബലം കൊടുക്കണം, ശക്തി കൊടുക്കണം, സമാധാനം കൊടുക്കണം. അവരുടെ ആവശ്യങ്ങൾക്കുള്ള എല്ലാം
സാമ്പത്തികമായിട്ടുള്ള സകല നന്മകൾ കൊടുക്കണം. ഒരു കുടുംബത്തിലും പട്ടിണി വേണ്ട, രോഗം വേണ്ട, പ്രയാസം വേണ്ട, മരണം വേണ്ട, ആപത്ത് വേണ്ട, വിപത്തുകൾ വേണ്ട, ഒന്നും വേണ്ട. പക്ഷ ഒരു കുടുംബത്തിലും കരച്ചിലോ കണ്ണുനീരോ കർത്താവ് ഉണ്ടാകുവാൻ ദൈവം സമ്മതിക്കരുത്. എല്ലാവരുടെ കുടുംബത്തിലും സന്തോഷവും സമാധാനവും അവരുടെ ജീവിതത്തിൽ വലിയ ആനന്ദവും ഇന്ന് പകൽക്കാലം അനുഭവിക്കുവാൻ കർത്താവ് കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കാൻ. അടുത്ത അതിരാവിലെ ഞാൻ പ്രാർത്ഥിക്കുന്ന സമയം വരയ്ക്കും ഈ 24 മണി നേരത്തിനകത്ത് ഓരോ അനർത്ഥവും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വരരുത്. അവർ എവിടെ ഇരുന്നാലും, ഏത് സിറ്റുവേഷനിൽ ഇരുന്നാലും, ഏത് കർത്താവെ നിലയിലിരുന്ന് ഈ പ്രാർത്ഥന സ്വീകരിക്കുന്നോ കേൾക്കുന്നോ അവരോട് ദൈവം ഇരുന്ന് അത്ഭുതം പ്രവർത്തിക്കട്ടെ, അത്ഭുതം പ്രവർത്തിക്കട്ടെ. കർത്താവിന്റെ മഹത്വം വെളിപ്പെടട്ടെ, കർത്താവിന്റെ ദിവ്യ ശക്തി വെളിപ്പെടട്ടെ, കർത്താവിന്റെ വലിയ കരം അവിടെ ചലിക്കട്ടെ, കർത്താവിന്റെ വലിയ പ്രവൃത്തി അവിടെ വെളിപ്പെടട്ടെ, ദൈവത്തിന്റെ ദിവ്യ ശക്തി അവിടെ വെളിപ്പെടുവാൻ കർത്താവ് സഹായിച്ചാൽ ആപത്തുകളോ അനർത്ഥങ്ങളോ കഷ്ടങ്ങളോ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ കണ്ണുനീരോ പട്ടിണിയോ ഒന്നും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വരരുത്. ഇന്ന് ഏതെല്ലാം വിഷയത്തിന്റെ മുഖത്ത് കുഞ്ഞുങ്ങൾ പോകുന്നു, ഏതെല്ലാം വിഷയം ചെയ്യാൻ അവർ തീരുമാനിച്ചിരിക്കുന്നു, ഈ അതിരാവിലെ സമയത്ത് ഇന്ന് പകൽക്കാരുടെ പ്രോഗ്രാമുകൾ എന്തുവാണ്, അവരുടെ ലിസ്റ്റ് എന്തുവാണ്, അവരെന്നെ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു, അവിടെ എല്ലാം എൻ്റെ അപ്പച്ചൻ്റെ കൈ കൂടെ ഇരിക്കണം. നിനക്കിഷ്ടമില്ലാത്തൊരിടത്തോട്ട് പോകാൻ സമ്മതിക്കരുത്, നിനക്കിഷ്ടമില്ലാത്തൊന്നും ചെയ്യുവാൻ സമ്മതിക്കരുത്, നിന്റെ ഇഷ്ടമല്ലാതെ ഒരുത്തരും ചലിക്കുവാൻ ദൈവം സമ്മതിക്കരുത്. നിന്റെ ഹിതം, നിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം നിന്റെ കുഞ്ഞുങ്ങൾ മൂലം ഇത് സാധിക്കുവാൻ, ദൈവഹിതം വെളിപ്പെടുവാൻ, ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുവാൻ, ദൈവത്തിന്റെ ശക്തി വെളിപ്പെടുവാൻ ഈ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഓരോരുത്തരെ അനുഗ്രഹിച്ചാട്ട്, ബലപ്പെടുത്തിക്കാട്ട്, ശക്തീകരിച്ചാട്ട്, കൃപയിലും ദയവിലും സത്യത്തിലും ബലത്തിലും കുഞ്ഞുങ്ങൾ കാണുവാൻ കർത്താവ് സഹായിക്കണം. ഞാൻ നിന്നോട് കൂടെ ഉണ്ട്, ആമേ, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ എൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ദൈവമേ, ഈ വാക്ക് നിന്റെ കുഞ്ഞുങ്ങൾ ഏറ്റെടുക്കട്ടെ, അവരത് വിശ്വസിക്കട്ടെ. പൂർണ്ണമായി ദൈവത്തിന്റെ വാക്കാണ്, ദൈവത്തിന്റെ ദൂതാണ്, ദൈവത്തിന്റെ ആലോചനയാണ്, ദൈവമെന്നോട് പ്രവചിക്കുകയാണെന്നുള്ള ആ ബോധ്യത നിന്റെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടായിരിക്കട്ടെ. ഇന്ന് പകൽ മുഴുവനും, ഈ വരുന്ന രാത്രി മുഴുവനും നിന്റെ ദൈവ കർത്താവിന്റെ തിരു സാന്നിധ്യം, ദൈവത്തിന്റെ കാവൽ സൂക്ഷിപ്പ്, ദൈവമേ നിന്റെ ചിറകിന്റെ മറവിൽ, നിന്റെ കരത്തിന്റെ നിഴലിൽ നിന്റെ കുഞ്ഞുങ്ങളെ കാക്കണം. എല്ലാവരെയും നിന്റെ ബലത്ത പുയത്തിലേക്ക് ഞാൻ തരുകയാണ്, ആ തൃക്കരത്തിലേക്ക് ഞാൻ തരുകയാണ്. കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങൾ, അവരുടെ ഭവനത്തിന്റെ സകല വിഷയങ്ങൾ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. ഓരോ മാതാപിതാക്കളെയും കുഞ്ഞുങ്ങളെയും അമ്മച്ചിമാരെ അപ്പച്ചന്മാരെ എല്ലാവരെയും, ദൈവദാസന്മാർ ദൈവദാസികൾ കുഞ്ഞുങ്ങൾ എല്ലാ വിശ്വാസികൾ ഈ പ്രാർത്ഥിക്കുന്ന കൊച്ചു കുഞ്ഞു തൊട്ട് വല്യപ്പച്ചൻ വരയിലും വല്യമ്മച്ചി വരയിലും ആശ്രവദിക്കപ്പെടുവാൻ, അനുഗ്രഹിക്കപ്പെടുവാൻ, ശക്തി പ്രാപിക്കുവാൻ, ബലം പ്രാപിക്കുവാൻ കർത്താവ് സഹായിച്ചാണ്. ശുശ്രൂഷയുടെ മുഖത്ത് നിൽക്കുന്ന എല്ലാ ദൈവഭൃത്യന്മാരെയും അനുഗ്രഹിക്കണമേ, അവരുടെ വേദന മാറ്റണമേ, കണ്ണുനീര് മാറ്റണമേ. ടെലിഫോൺ മൂലമാகவும் വായിസ് മെസ്സേജ് മൂലമാகவும் കർത്താവെ പ്രാർത്ഥിക്കുവാൻ വിളിച്ചു പറഞ്ഞിരിക്കുന്ന എല്ലാ നിന്റെ കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. തകർന്ന് കിടക്കുന്ന, കണ്ണുനീരോട് കിടക്കുന്ന, രോഗികളായി കിടക്കുന്ന, ക്ഷീണിതരായി കിടക്കുന്ന ഒത്തിരി പേരുടെ പ്രാർത്ഥന വിഷയങ്ങൾ വരുന്നുണ്ടല്ലോ, അവരെല്ലാം കർത്താവ് തൊടണമേ, ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ. പ്രാർത്ഥനാ വിഷയങ്ങൾ അയക്കുന്ന എല്ലാ നിന്റെ കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. അതിലൂടെ നേരിൽ സംസാരിക്കുന്ന എല്ലാ നിന്റെ കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. കർത്താവേ സ്തോത്രം. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ഞങ്ങളെ സ്നേഹിക്കുന്ന എല്ലാ നിന്റെ കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. ദേശത്തിന്റെ ഏത് ഭാഗത്ത് അവിടെ ഇരുന്നാലും കർത്താവിന്റെ വലിയ കരം അവിടെ പ്രവർത്തിക്കണം. തീരാതെ രോഗങ്ങൾ, തീരാതെ ക്ഷീണങ്ങൾ, തീരാതെ പ്രയാസങ്ങൾ നിന്റെ കുഞ്ഞുങ്ങൾ കൊടുത്ത് രോഗികളായി ക്ഷീണിതരായി ജോലിക്ക് പോകാൻ കഴിയാതെ ബലഹീനത്തോട് വേദനയോട് ആരെങ്കിലും കിടക്കയിൽ ഉണ്ടെങ്കിൽ, ട്രീറ്റ്മെന്റിന്റെ അടിമത്തത്തിൽ ഉണ്ടെങ്കിൽ, യേശുവിന്റെ നാമത്തിൽ അവിടെ നിന്റെ കരം ഇപ്പൊ വെളിപ്പെടണം. ഈ വചനം അവിടെ വെളിപ്പെടണം. ദൈവത്തിന്റെ ശക്തിയോടെ വ്യാപരിക്കണം. ഇന്നും അവർ കിടക്കയിൽ കിടക്കുവാൻ, രോഗിയായി കിടക്കുവാൻ, ട്രീറ്റ്മെന്റിന് അടിമയായി കിടക്കുവാൻ, വൈദ്യനോ മരുന്നിനോ അടിമയായി കിടക്കുവാൻ ദൈവം സമ്മതിക്കണം. നീ തൊട്ട് സുഖമാക്കണം, നീ ബലപ്പെടുത്തണം. ഏത് രോഗമായിരുന്നാലും, ഏത് ബലഹീനമായിരുന്നാലും, ഏത് ദുഷ്ടരുടെ പ്രവൃത്തിയായിരുന്നാലും യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ വെളിപ്പെടണം, അതിശയം നടക്കണം. വിടുതലിന്റെ കരം ഇപ്പോൾ തന്നെ കുഞ്ഞുങ്ങളെ രുചിക്കുവാൻ, ദൈവത്തിന്റെ ആ ശക്തി അവരിപ്പോ വ്യാപരിക്കുന്നത് ഉണരുവാൻ ദൈവം സഹായിച്ചാൽ ബലഹീനങ്ങൾ, രോഗങ്ങൾ, പ്രയാസങ്ങൾ എല്ലാം മാറട്ടെ. ദൈവശക്തി ഓരോരുത്തരുമേലും വ്യാപരിക്കട്ടെ. ദൈവത്തിന്റെ കൃപ ഓരോരുത്തരുമേൽ വ്യാപരിക്കട്ടെ. കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അവിടുത്തെ പ്രാർത്ഥനയായി സ്തോത്രം. ഇത്രത്തോളം നടത്തിയല്ലോ, ശക്തീകരിച്ചല്ലോ, താങ്ങിയല്ലോ, അതിനായി സ്തോത്രം. അതിനെയും ബലപ്പെടുത്തണം. നടക്കുന്ന കൺവെൻഷൻ, നടക്കുന്ന കൺവെൻഷൻ അനുഗ്രഹമായിരിക്കണം. ഒരു ദോഷവും വരരുത്. നല്ല ശക്തമായിട്ട് ദൈവത്തിന് ദൂത് കൊടുക്കുവാനും, ഞായറാഴ്ച നടക്കുന്ന സ്നാന ശുശ്രൂഷയിൽ അനേകരെ സ്നാനപ്പെടുവാനും അതിനുള്ള ശക്തി ബലനടി തരണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇത്രത്തോളം കർത്താവ് നടത്തിയല്ലോ, എന്നെ നടത്തിക്കാട്ട്. ഇതിന്റെ ഭവനം, കുഞ്ഞുങ്ങൾ, കുടുംബങ്ങൾ, വിട്ടുവന്ന സഭകളെല്ലാം കർത്താവ് അനുഗ്രഹിക്കണം, ബലപ്പെടുത്തണം, ശക്തീകരിക്കണം. അതിനെ താങ്ങണം. എല്ലാ ക്ഷീണങ്ങൾ, പ്രയാസങ്ങൾ മാറ്റണം. സകല മഹത്വവും തിരുമേനിക്ക് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ. തുടർന്ന് പ്രാർത്ഥിക്കാം. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വെള്ളി, ശനി, ഞായർ കൺവെൻഷൻ ഉണ്ട്. ദൈവം ബലത്തെ അത്ഭുതം ചെയ്യണം. ഈ ഞായറാഴ്ച സ്നാന ശുശ്രൂഷ ഉണ്ട്. അതിനുള്ള ശക്തിയും ബലനും കർത്താവ് എനിക്ക് തരണം. പ്രാർത്ഥിക്കുക. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഓക്കെ, താങ്ക് യു.